ഗേസ്, ഞാനൊരു ഷോട്ട് എടുക്കാമെന്ന് വിചാരിച്ചാണ് സത്യത്തിൽ ഈ ഒരു ഡേ വിചാരിച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് ഷോട്ടിൽ നിൽക്കില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു വലിയ വ്ളോഗ് തന്നെ ആക്കി എടുക്കാമെന്ന്. എൻ്റെ കയ്യിൽ ക്യാമറയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് എൻ്റെ തന്നെ ക്യാമറയുടെ ഒരു വേർഷൻ, എൻ്റെ വേറൊരു വേർഷനാണ്. ഇതുപോലെ സെയിം തന്നെ. ഇതപ്പോൾ ആക്ച്വലി ചാർജ് ഇല്ലാണ്ട് ഓഫാണ്. ഇതൊക്കെയാണ് നമ്മുടെ ടീം. ഗേസ്, ഇതാണ് ടോം ചേട്ടൻ, ദയന, നമ്മുടെ ക്യാമറമാൻ കാട്ടിക്കൂടെ വരുന്നു. കഷ്ടപ്പെടുകയാണ് വനാന്തരങ്ങളിലൂടെ കഷ്ടപ്പെട്ട് വരുന്ന. ഇനിയൊന്നും വേണ്ടല്ലേ. ഗേസ്, ഇവർ ഭയങ്കര ഡിസ്കഷനാണ്, എന്ത് ചെയ്യണം ചെയ്യണ്ട. നമ്മളിവിടെ തിരിച്ചെത്തി ഗൈസ്. ഇതൊക്കെ പൂത്ത് നിൽക്കുവാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. മൊത്തത്തിലൊരു അറ്റ്മോസ്ഫിയർ, ശരിക്കും ഒരു ഹോം സ്റ്റേ അറ്റ്മോസ്ഫിയർ കിട്ടുന്നൊരു സ്ഥലമാണ് ഇവിടെ. അകത്തോട്ടൊക്കെയാണ് നിറയെ സ്പേസ് ഉണ്ട്. നമ്മളിതിങ്ങനെ കാണുമ്പോൾ തോന്നില്ല ഇവിടെ ഉള്ളിലോട്ട് ഇത്രയും സ്പേസ് ഉണ്ട്, ഏരിയ ഉണ്ടെന്ന്. പക്ഷേ നല്ല രസമാണ്. ഇതിനകത്തോട്ടൊക്കെ പോകുമ്പോൾ ഉള്ളിലോട്ട് നിറയെ സ്പേസ് ഉണ്ട്. ഇവിടുത്തെ 2 പട്ടിക്കുഞ്ഞുങ്ങളാണ്. ഇവിടെ ഒരെണ്ണമുണ്ട്, അടിയിലൊരെണ്ണമുണ്ട്. കൂട്ടുമില്ല, ഒന്നുമില്ല. തന്നെ കൂട്ടിക്കയറും, ഇഷ്ടമുള്ളപ്പോൾ കൂട്ടിക്കയറി കിടക്കും, ഇഷ്ടമുള്ളപ്പോൾ ഇറങ്ങി നടക്കും. ഇപ്പം ഇവിടെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തുകൊണ്ടിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ ലൈറ്റ് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നല്ല രസമില്ല. ഇവിടെ അകത്ത് കുറേ സാധനങ്ങൾ കാണാനുണ്ട് കേട്ടോ. കുറേ ആൾക്കാരുടെ ഫോട്ടോസ് അങ്ങനെ ഇതൊക്കെ ആരോ വരച്ചതാന്ന് തോന്നുന്നു. ആരാന്നൊരു പിടിയില്ല. ഗൈസ്, ഇതൊരു ബെല്ലാണ്. ഇത് കണ്ടോ, ഇതിങ്ങനെ എടുത്തിട്ട് ഈ സാധനമാണ്. കുഞ്ഞാവ എന്നോട് ആദ്യമേ പറഞ്ഞായിരുന്നു ഇവിടെ ഉള്ള ഒരു സാധനത്തിലും തൊടരുതെന്ന്. അതുകൊണ്ട് ഞാൻ ഒന്നിലും തൊടുന്നില്ല. ഇതൊരു കഥകളി വുഡിൽ ചെയ്തിരിക്കുന്ന ഇതാരാന്ന് എനിക്കറിയത്തില്ല. മാതാവ് ഇതാരാ? കഷ്ടപ്പെടുന്ന ടോം ചേട്ടൻ. ഭയങ്കര മടുത്തു കേട്ടോ. അയ്യോ, അഭിനയ സിംഹം. ഹൈ, ഇവിടെ ഒത്തിരി കാര്യങ്ങൾ കാണണ്ട. തൂമ്പ, അയ്യോ തൂമ്പ ഇറങ്ങിപ്പോരല്ലേ. തൂമ്പ. ഇത് ഗാന്ധിജിനെ പോലെ ഇരിക്കുന്ന വേറെ ആരാണ്? ഗാന്ധിജിയാണോ പിച്ചക്കാരനാണോ ഈശ്വരൻ? കൈ ഇങ്ങനെ എന്തോ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ദേവി. ഇത് കർഷകൻ. ഇതൊക്കെ എന്താ? ഇത് കൊട്ടുന്ന സാധനമാണ്, അറിയില്ല. ഇതൊക്കെ കണ്ട അവിടെ മറ്റേ മഗ്ദലന മറിയവും യേശു ക്രിസ്തു, ശിവനും പാർവതി, സരസ്വതി. അതാരാ? 2 സരസ്വതിയാന്ന് തോന്നുന്നു, അറിയില്ല കേട്ടോ. ഓമുണ്ട്. മൊത്തത്തിൽ ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട്. വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ നൈറ്റ് ഡ്രസ്സിലേക്ക് മാറി. നമ്മുടെ നൈറ്റ് ഡ്രസ്സ് അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട് ഇനി വേറെ ഡ്രസ്സ്, നമ്മൾ ആദ്യം ഇട്ട ഡ്രസ്സ് തന്നെ ഇടണം. അതിന് വേണ്ടി നമ്മൾ വന്നിരിക്കണം, ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താവുമെന്നറിയില്ല, നമുക്കൊന്നും അറിയാത്തതുകൊണ്ട് ഒരു കുഴപ്പമില്ലല്ലേ. നമ്മളിങ്ങനെ തന്നെ ആയിരിക്കുകയാണ്. നീ ഹായ്, ഞങ്ങൾ വീണ്ടും പഴയ കോലത്തിലേക്ക് കേട്ടോ. എടുക്കുന്ന കിരണും കുഞ്ഞാവെ പണി ഇത് കണ്ടോ, ഇവിടെ ഈ ചേച്ചി ഇതെന്ത് സാധനമാണ്? കുഴലൂതുന്ന 2 പേര് കുഴലൂതുന്നു. ഇതുണ്ടോ, 2 പേര് കുഴലൂതുന്നു. ഇതിങ്ങനെ ഒരു എൻട്രി വന്നിട്ട് ഒരു റൂമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ റൂം എഗെയിൻ അങ്ങോട്ടൊരു റൂം. ഇത് ശരിക്കും ഫുള്ളൊരു പക്ക ഹോം സ്റ്റേ, അങ്ങനത്തെ ഒരു വൈബുള്ള ഒരു ഹോം സ്റ്റേ ആണ്. ഇത് ഇവിടെ ഇങ്ങനെ ഒരു ബാൽക്കണിയൊക്കെ വരുന്നത്. സോ അടിപൊളിയാണ് കേട്ടോ. മൊത്തത്തിൽ നല്ല വ്യൂ ഉണ്ട്. ഭയങ്കര ഇരുട്ടാണ്. ഇവർ ലൈറ്റൊക്കെ ഇട്ട്, ഇതൊരു പ്രെയർ ഹാളൊക്കെ പോലെ അങ്ങനെ ഒരു ടയർഡായിട്ട് നിൽക്കുകയാണ്. ഇവിടെ ഒരു കേട്ടനുണ്ട്. ഇവിടെ ഇവരുടെ പ്രെയർ ഹാളുണ്ട് കേട്ടോ. ഇതിനുള്ളിലോട്ട് അങ്ങനെ വലിയ കാര്യമായിട്ട് കാണാൻ പറ്റില്ല. ലൈറ്റായിട്ട് ഞാൻ കാണിക്കാം. അങ്ങനെ ഇതെന്താണെന്നറിയില്ല. ഇതിവരുടെ എന്തോ ഒരു ഏരിയയൊക്കെയാണ്. വോളിലിങ്ങനെ ഫുൾ ഇങ്ങനെ ഓരോരോ ആരാന്നോ എന്തോ മനസ്സിലാവുന്നില്ലല്ലോ. ബുദ്ധ. എനിക്ക് ആകെ ബുദ്ധനെ മാത്രം മനസ്സിലായുള്ളൂ ഇവിടെ.
പിന്നെ ഇവിടെ പ്രാർത്ഥിക്കുന്ന ഒരു ലേഡി. ഇവരൊക്കെ പണിയെടുക്കാതെ ചുമ്മാ ചെയ്തുകൊണ്ടിരിക്കുക എന്തൊക്കെയോ. ലഞ്ചാണ്. മോര് കറി, ചോറ്, ഇതിനിച്ച് വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. തോരൻ. എടി അതെന്തായാലും പൊക്കിക്കടി. ചിക്കൻ അതെ അതെ അത് കൊടുക്കുന്നുണ്ട്. അവിയലുണ്ട്. ഹൈ ഗൈസ്, നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമ്മൾ ചുമ്മാ റെസ്റ്റ് ചെയ്യുവാണേ. എന്തൊക്കെയോ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ എന്തൊക്കെയാണെന്ന് അറിയില്ലല്ലോ. നമ്മുടെ ഒരു ഊഹമാണല്ലോ ഇത് ഇങ്ങനെ ആയിരിക്കും എന്ന്. ഓരോ ചെറിയ ഷോട്ടും അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കിതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല കേട്ടോ. ഇവരിങ്ങനെ ചെയ്യാൻ പറയും, നമ്മളതുപോലെ ചെയ്യും. എന്നെപ്പോലെ തന്നെ ഒന്നും അറിയത്തില്ലാത്ത ഒരാളാണ് എൻ്റെ കൂടെ ഉള്ളത്. അതുകൊണ്ട് എനിക്ക് പിന്നെ വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് നമുക്ക് എഗെയിൻ വേറൊരു ഇതെടുക്കാനുണ്ട്. അങ്ങനെ എന്തായാലും കൊള്ളാം. ഉണ്ടോ, ഇതൊരു പെട്ടിയാണ്. ഇവിടെ ഇതിങ്ങനെ ഇങ്ങനെ തുറന്നിട്ട് റൂംസ് എന്നിട്ട് ഇങ്ങനെ ഇവരിവിടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. ബഹളം വയ്ക്കുന്ന കിരൺ കുഞ്ഞാവ. അടിപൊളി ലുക്കടി. ഇവിടുത്തെ 2 പട്ടിക്കുഞ്ഞുങ്ങൾ. ഇത് 2 മനുഷ്യന്മാർ. എന്നൊക്കെ കാണുമ്പോൾ നല്ല ലുക്കുണ്ട് കേട്ടാ. അതെ അതെ, ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ എടുക്കാമെന്നാണ് കിരൺ പറയുന്നത്. ഇതുണ്ടോ ഈ ഒരു ലുക്കൊക്കെ ഉണ്ടോ? ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് മൊത്തത്തിലൊരു വൈബുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. കുഞ്ഞാവ് പറയുന്നത് ഇതൊന്നും ഇപ്പം ഇടരുതെന്ന് കേട്ടാ. കുഞ്ഞാവൊരു ദുഷ്ടനാണോ? ഹായ് ഗൈസ്, ഈ വ്ളോഗ് പിന്നെ വരത്തുള്ളൂ. അതെ, ഭീഷണി ഞാൻ ഭീഷണിപ്പെടുത്തി വെച്ചേക്കാ. ജോബി ചേട്ടൻ്റെ ഡെഡിക്കേഷനാണ് മെയിൻ. ഇവിടെ നമ്മൾ പശുത്തൊഴുത്തിൽ വീഡിയോ എടുത്തോണ്ടിരിക്കുവാണ്. അല്ലല്ലല്ല ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞു. നമ്മൾ പോകുവാണ്. ഇവിടെയൊക്കെ കാടൊക്കെ വെട്ടുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് അതിങ്ങനെ അലമ്പായിട്ട് കിടക്കുന്നത്. കുഞ്ഞാവതേ പോകുന്നു. ബൈ ബൈ.